നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഭദ്രകാളി ഉപാസന എന്ന ലഘു ഉപാസനയാണ്. അതായത് തന്ത്രശാസ്ത്രത്തിൽ 6 വിഭാഗങ്ങൾ പ്രധാനമായും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ശൈവം, ശിവ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. വൈഷ്ണവം, വിഷ്ണു എന്ന ദേവതയെ പ്രധാനമായും ആരാധിക്കുന്നത്. ഗാണപത്യം, ഗണപതിയുടെ ഉപാസനകള്. സ്കാന്തം, കുമാരം എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യന്റെ ആരാധനാ വിധികള്. ശാക്തേയം, ദേവി ഉപാസനകള്. സൗരം, സൂര്യനുമായി ബന്ധപ്പെട്ടുള്ള ഉപാസനകൾ. അങ്ങനെ പ്രധാന 6 ദേവതാ ഉപാസനകളുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത് ശാക്തേയം. ശാക്തേയം എന്ന് പറഞ്ഞാൽ ദേവിയുമായി ബന്ധപ്പെട്ട ഉപാസനകളെയാണ് ശാക്തേയ വിഭാഗം എന്ന് പറയുന്നത്. ശക്തിയുടെ, ദേവിയുടെ ഉപാസന. അതായത് ശൈവാഗമ സിദ്ധാന്ത പ്രകാരം ശിവൻ സർവ്വതിൻ്റെയും സാക്ഷിഭാവമായി നിൽക്കുന്ന നിർവികാരനായ, നിരാകാരനായ ഒരു ശക്തിവിശേഷമാണ്. ആ അചഞ്ചലമായ ശക്തിവിശേഷത്തിന് ചലിപ്പിക്കുന്ന, അതിനോട് കൂടി ചേർന്ന് ചലിക്കുന്നത് ശക്തിയാണെന്നാണ് ശൈവ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ശക്തി, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ദേവി. അതുകൊണ്ട് പരമേശ്വരൻ എന്ന് മഹാദേവനെ പറയുന്നത് പോലെ തന്നെ പരാശക്തി എന്ന് ദേവിയെ പറയുന്നു. ഈ ദേവിക്ക് തന്നെ വിഭിന്ന ഭാവങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്, വിഭിന്ന സമ്പ്രദായങ്ങളെ നമ്മൾ ആരാധിക്കാറുണ്ട്. ആദ്യ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു, നമുക്ക് ദേവിയെ ശാന്തഭാവത്തിൽ ആരാധിക്കാനാണ് ഇഷ്ടം. ലളിതാംബികയായിട്ട് ആരാധിക്കാറുണ്ട്, സരസ്വതിയായിട്ട് ആരാധിക്കാറുണ്ട്, മാതങ്കിയായിട്ട് ആരാധിക്കാറുണ്ട്. അങ്ങനെ ശാന്തസ്വരൂപിണിയായ ദേവിയുണ്ട്. ഇനി കുറച്ചുകൂടി ശക്തി ആരാധനയാണ് നമുക്ക് ഇഷ്ടം. രൗദ്രതയുള്ള ദേവീഭാവങ്ങൾ. മഹാകാളിയുടെ രൂപം അത്തരത്തിലുള്ളതാണ്. ദശമഹാവിദ്യകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഛിന്നമസ്ത ദേവിയുടെ ഉപാസനകൾ, അതുപോലെ തന്നെ ബഗലാമുഖി ദേവിയുടെ ഉപാസനകൾ, ഇതൊക്കെ ഉഗ്ര താന്ത്രിക ഉപാസനകളാണ്. ചിലർക്ക് ദേവിയെ ധനത്തിൻ്റെ ദേവതയായിട്ട് ആരാധിക്കാനാണ് ഇഷ്ടം. നമ്മൾ ദേവിയെ മഹാലക്ഷ്മിയായിട്ട് ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അറിവിൻ്റെ ദേവതയായിട്ട് ആരാധിക്കാറുണ്ട്, ശക്തിയുടെ ദേവതയായിട്ട് ആരാധിക്കാറുണ്ട്, ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ട് ആരാധിക്കാറുണ്ട്. ഇത് ദേവിയുടെ തന്നെ, ആദി പരാശക്തിയുടെ തന്നെ വിഭിന്ന രൂപങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വ്യത്യസ്ത പേരുകളിൽ നമുക്കിഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ ആരാധിക്കുന്നത്. പല നദികൾ അനേക സ്ഥലങ്ങളിലൂടെ ഒഴുകി അവസാനം ചെന്നെത്തുന്നത് ഒരു സമുദ്രത്തിലാണ് എന്നുള്ളതുപോലെ നമ്മൾ സരസ്വതിയെ ആരാധിച്ചാലും, മാതങ്കിയെ ആരാധിച്ചാലും, കാളിയെ ആരാധിച്ചാലും, ഭുവനേശ്വരി ആരാധിച്ചാലും, ലക്ഷ്മിയെ ആരാധിച്ചാലും, ഭൈരവിയെ ആരാധിച്ചാലും ഒക്കെ അവസാനം എത്തിച്ചേരുന്നത് തന്ത്രോപാസനയുടെ പാരമാർത്ഥിക തലം, ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് ആ സാക്ഷാത്കാരത്തിലാണ്. സാക്ഷാത്കാരമാകുന്ന മഹാസമുദ്രത്തിലാണ് ഈ നദികളെല്ലാം എത്തിച്ചേരുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിഭിന്ന രൂപഭാവങ്ങളിൽ നമ്മൾ അതിനെ ആരാധിക്കുന്നു. ഈ ആരാധനാ സമ്പ്രദായമാണ് സനാതനധർമ്മത്തിൻ്റെ ശ്രേഷ്ഠത. ഒറ്റ ദൈവം എന്നല്ല പറയുന്നത്, അനേക ദേവതകളുണ്ട്. ഒറ്റ ഗ്രന്ഥം എന്ന് പറയുന്നില്ല, അനേക ഗ്രന്ഥങ്ങളുണ്ട്. ഒരു പ്രവാചകൻ എന്ന് പറയുന്നില്ല, അനേകം ആചാര്യന്മാരുണ്ട്, ദാർശനികന്മാരുണ്ട്, അവതാരങ്ങളുണ്ട്, അവധൂതന്മാരുണ്ട്. അങ്ങനെ ഉള്ള ഒരു വളരെ വലിയൊരു സിസ്റ്റമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ആ സനാതനധർമ്മത്തിൽ യോഗശാസ്ത്രം പോലെ, വേദാന്ത ശാസ്ത്രം പോലെ അതിശക്തമായ ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ കണ്ടറിയുവാനും അതിനെ ഉണർത്തുവാനും ഉയർത്തുവാനും അതിലൂടെ ഭൗതികവും ആത്മീയവുമായ പൂർണ്ണ ജീവിത വിജയം നേടുവാനും സഹായിക്കുന്ന ലളിത ശാസ്ത്രമാണ് തന്ത്രം. അപ്പം നമ്മൾ ഉപാസിക്കുന്ന മാർഗം ശാക്തേയ മാർഗം. അതിലെ സമയമാർഗ ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ്പങ്ങൾ എറിയലോ അല്ലെങ്കിൽ ഹോമകുണ്ടമോ നൈവേദ്യമോ ഒന്നുമില്ല. വളരെ സിമ്പിളായ ഒരു വിളക്ക് വെച്ച് കുളിച്ച് ശുദ്ധമായി വന്നിരുന്ന് ചെയ്യുന്ന ലളിത ഉപാസനയാണ് ശാക്തേയ മാർഗത്തിലെ ലഘുഭദ്രകാളി ഉപാസന. അതാണ് നമ്മൾ പരിശീലനം ആരംഭിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ച് അതിൽ പ്രധാനമായും നമ്മളുടെ ആധ്യാത്മിക ചിന്താ പദ്ധതി കേരളീയ തന്ത്രം എന്നാണ് അറിയപ്പെടുക. ഉത്തരേന്ത്യൻ തന്ത്രവും കേരളത്തിൻ്റെ തന്ത്രവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. തന്ത്രം എന്ന് പറയുമ്പോൾ തന്ത്രം പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ക്ഷേത്ര പൂജകൾ മുതലുള്ള ഉപാസനകളൊക്കെ തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു ക്ഷേത്രം എങ്ങനെ നിർമ്മിക്കണം, അതിൻ്റെ ചുറ്റളവ് എങ്ങനെയായിരിക്കണം, നാലമ്പലം എങ്ങനെയായിരിക്കണം, ശ്രീകോവിലിൻ്റെ നിർമ്മിതി എങ്ങനെയായിരിക്കണം, അവിടെ ക്ഷേത്രത്തിന് ശ്രീകോവിലിന് ചുറ്റുമുള്ള ഉപദേവതാ പ്രതിഷ്ഠകൾ എങ്ങനെയായിരിക്കണം, ക്ഷേത്രപാലകന്മാരുടെ പ്രതിഷ്ഠ എങ്ങനെയായിരിക്കണം, അവിടുത്തെ പൂജകൾ ഏത് രീതിയിലായിരിക്കണം, അവിടുത്തെ മന്ത്രങ്ങൾ ഏതൊക്കെയായിരിക്കണം, നൈവേദ്യങ്ങൾ എങ്ങനെയാവണം, ഉത്സവം എങ്ങനെയാവണം, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമഗ്രമായ
നിയമാവലികളും ചടങ്ങുകളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ക്ഷേത്രതന്ത്രം എന്ന രീതിയിൽ അറിയപ്പെടുക. മനസ്സിലായില്ലേ? വിശദമായ സമഗ്രമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് A to Z ആയിട്ടുള്ള കാര്യങ്ങൾ ആ ക്ഷേത്രതന്ത്രത്തിൽ ഉണ്ടാവും. ഇനി തന്ത്രത്തിന് വിവിധ തരങ്ങളുണ്ട്, വിവിധ ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ക്ഷേത്രതന്ത്രം ഒരു ഭാഗമാണ്. അതിൽ തന്നെ കൗളമാർഗം എന്ന് ബാഹ്യപൂജകൾ ബന്ധപ്പെട്ടിട്ടുള്ള ഉപാസനകളുണ്ട്. അപ്പൊ നമുക്ക് കാളിയെ തന്നെ കൗളത്തിലും മിശ്രത്തിലും സമയത്തിലും ഉപാസിക്കാം. ഇവിടെ കൗളം എന്ന് പറയുന്നത് ബേസിക് എന്ന അർത്ഥത്തിലാണ്. കൗളത്തിന് ഉയർന്നൊരർത്ഥമുണ്ട്. ഇപ്പൊ ശിവനെ പറയുന്നത് ഏറ്റവും വലിയ കൗളൻ എന്നാണ്, ഏറ്റവും വലിയ സമയാചാരിയാണെന്നാണ്. ലളിതയെ പറയുന്നത് സമയാചാര തത്പര എന്ന് ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ തന്ത്രത്തിൽ ഏറ്റവും ഉയർന്ന മാർഗമാണ് സമയമാർഗം, ദിവ്യാചാരങ്ങളുടെയൊക്കെ ഉയർന്ന തലമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ കൗളമാർഗം എന്ന് അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈ ക്ഷേത്ര പൂജാ ചടങ്ങുകളും ഹോമകുണ്ഡം, നൈവേദ്യം, അങ്ങനെയുള്ള ബാഹ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ബാഹ്യപൂജാ വിഭാഗത്തിൽ കൗളത്തിൽ വരും. മിശ്രം എന്ന് പറഞ്ഞാൽ അവിടെ ബാഹ്യപൂജകളുമുണ്ട്, ആന്തരികമായിട്ടുള്ള പൂജകളുമുണ്ട്. സമയമാർഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആന്തരിക പൂജയാണ്. അവിടെ ഹോമകുണ്ഡമില്ല, ഈ പറയുന്ന നൈവേദ്യങ്ങളില്ല, മണിയടിയില്ല, പുഷ്പങ്ങളുടെ അർച്ചനയില്ല. നമ്മളുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ നമ്മളുടെ ഇടയും പിങ്കളയും സുഷുമ്നയുമാകുന്ന ആ ത്രിനാഡി സംവിധാനങ്ങളിൽ നമ്മളുടെ മന്ത്രവും മനസ്സും പ്രാണനും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ക്രിയകളെയാണ് സമയമാർഗ ക്രിയകൾ എന്ന് പറയുന്നത്. ആ സമയമാർഗ ക്രിയയിലാണ് ശാക്തേയ മാർഗത്തിലെ, ദേവി മാർഗത്തിലെ ലഘു ഉപാസനയായ ഭദ്രകാളി ഉപാസന നമ്മൾ പഠിക്കുക. ഇത് പഠിക്കുന്നതിന് ജാതിയോ മതമോ പുരുഷനോ സ്ത്രീയോ എന്നുള്ള യാതൊരു ഭേദഭാവങ്ങളുമില്ല. തന്ത്രശാസ്ത്രം എല്ലാവർക്കും പഠിക്കാം. നിങ്ങൾ ഏത് മതവിശ്വാസം പിന്തുടരുന്ന ഒരാളാണെങ്കിലും തന്ത്രം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു അരമണിക്കൂറെങ്കിലും ആദ്യഘട്ടം മാറ്റിവെക്കാൻ നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്ത്രശാസ്ത്രം അഭ്യസിക്കാം. നിങ്ങളുടെ ക്രിസ്തുമത വിശ്വാസമുള്ളവർ അത് ഉപേക്ഷിക്കണമെന്നൊന്നും തന്ത്രം പറയുന്നില്ല. നമുക്ക് ആ സനാതന ധർമ്മത്തിന് 33 ദേവതകളുണ്ട് അല്ലേ? അതിൽ ക്രിസ്തുദേവനെ പറ്റി പറയുന്നത് തന്നെ ക്രിസ്തുദേവൻ എന്നാണ് കാശ്മീരി ശൈവസത്തിൽ പറയുന്നത്. അതായത് യേശു ക്രിസ്തു ഈശാന ശിവയോഗ സമ്പ്രദായത്തിലെ ഒരു മഹായോഗിയായിരുന്നെന്നും അദ്ദേഹം ഹിമാലയത്തിലെ ഗുരുക്കന്മാരിൽ നിന്ന് പല വിദ്യകൾ പഠിച്ചുവെന്നും നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ 12 വയസ്സ് മുതൽ 30-32 വയസ്സ് വരെയുള്ള യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പറ്റി ബൈബിളിൽ പറയുന്നില്ല. ഈ 12 വയസ്സ് മുതൽ 30-32 വയസ്സ് വരെയുള്ള കാലഘട്ടം അദ്ദേഹം ഹിമാലയത്തിലെ ഗുരുക്കന്മാർക്കൊപ്പമായിരുന്നുവെന്നും അതിൽ ഈശാന സമ്പ്രദായം, അതായത് ശിവന്റെ പഞ്ചമുഖങ്ങളിൽ നിന്ന് 5 സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുരുപരമ്പരാ സിസ്റ്റത്തിൽ. ഈശാനം, തത്പുരുഷം, വാമദേവം, അഘോരം, സദ്യോജാതം. പഞ്ചമുഖ ശിവസങ്കല്പമുണ്ട്, പഞ്ചശിരസോടുകൂടിയ ശിവനുണ്ട്. അപ്പം അതിലെ ഈശാന വിഭാഗം, ഈശാന ശിവയോഗികൾ എന്നാണ് അറിയുക. അതുകൊണ്ടാണ് ഈശാനബി എന്ന പേര് അദ്ദേഹത്തിന് വന്നത്. ഈശാനബി, ഈ ഷോ എന്നൊക്കെ വിളിക്കുന്നില്ലേ? ഇത് വിവാദമാണ്, പരാമർശങ്ങൾ പലതും. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് ഇൻ കാശ്മീർ എന്ന് വിളിക്കുന്ന ഒരു പുസ്തകമുണ്ട്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഒരു തന്ത്രയിലെ ടെക്നിക്ക് ഉപയോഗിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നും പിന്നീട് അദ്ദേഹം കാശ്മീരിൽ വന്നുവെന്നും കാശ്മീരി ശൈവസത്തിൻ്റെ ഭാഗമായ സാധനകൾ ചെയ്തുവെന്നും അവസാനം കാശ്മീരിൽ അദ്ദേഹം സമാധി പ്രാപിച്ചുവെന്നുമാണ് ഈ മേഖലയിലുള്ളവരൊക്കെ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത്. അല്ലെങ്കിൽ ക്രൂശിൽ മരിച്ചിട്ടില്ലെന്ന് പറയുന്നത് അതിൻ്റെ പ്രതീകമാണ് ഉയർത്തെഴുന്നേൽപ്പെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു താന്ത്രിക് ടെക്നിക്ക് ഉപയോഗിച്ച് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അത് മറ്റൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ആണെങ്കിലും നബി ആണെങ്കിലും ഏത് പ്രവാചകനാണെങ്കിലും സനാതന ധർമ്മ വിശ്വാസികൾ അതെല്ലാം നമ്മുടെ ഭാഗമാണ്. സർവം ഖലിദ്വം ബ്രഹ്മ, എല്ലാത്തിലും ബ്രഹ്മമുണ്ട്, സർവരിലും ഈശ്വര ചൈതന്യമുണ്ട്, ദൈവിക ചൈതന്യമുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സനാതന ധർമ്മം വിശാലമാണ്, സമഗ്രമാണ്, എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മതവിശ്വാസം പിന്തുടർന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ടെക്നിക്കുകൾ ചെയ്യാം. പക്ഷേ തന്ത്രം പഠിക്കാൻ വരുന്ന സമയത്ത് തന്ത്രയിൽ പറയുന്ന ദേവതകളിൽ വിശ്വാസം വേണം, ആ മന്ത്രങ്ങൾ നമുക്ക് ഉപാസിക്കാൻ കഴിയണം. അതിനൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. നമ്മൾ തന്ത്രപഠനം ആരംഭിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാക്തേയ വിഭാഗം, ദേവി ഉപാസന വിഭാഗത്തിലെ സമയമാർഗത്തിലെ, അതായത് പ്രത്യേകിച്ച് ഹോമകുണ്ഡമോ നൈവേദ്യമോ ഒന്നുമില്ലാത്ത സമയമാർഗം, പ്രാണൻ, മന്ത്രം, മനസ്സ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ലഘുഭദ്രകാളി ഉപാസനയാണ്. ഭദ്രകാളി, ഈ ശബ്ദം നിങ്ങൾ കേട്ട് കാണും അല്ലെ? ഈ വാക്ക് ഭദ്ര പ്ലസ് കാളി ആണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ഭദ്രം, ഭദ്രത നൽകുന്നവൾ, സംരക്ഷണം നൽകുന്നവൾ, ഉറപ്പ് നൽകുന്നവൾ, രക്ഷിക്കുന്നവൾ. കാളി, കാളുന്നവൾ, നിറഞ്ഞവൾ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന, ഭക്തരെ മുഴുവൻ സംരക്ഷിക്കുന്ന കാരുണ്യത്തിൻ്റെ മഹാസാഗരമാണ് അമ്മ മഹാകാളി എന്നാണ്
കാളീതന്ത്രം പറയുന്നത്. നമ്മൾ ഒരു ചുവട് വെച്ചാൽ നമ്മളിലേക്ക് 100 ചുവടുകൾ അമ്മ വയ്ക്കും. നമ്മൾ ഒരു വിളി വിളിച്ചാൽ 100 വിളികൾ അമ്മ കേൾക്കും എന്നാണ് യോഗികൾ അമ്മ മഹാകാളിയെ പറ്റി പറയുന്നത്. നമ്മളുടെ കലികാലത്തിൽ ക്ഷിപ്രപ്രസാദികളായ 2 ദേവതകളെ പറ്റി ചില ഗ്രന്ഥങ്ങളിൽ പരാമർശം കാണാം. ഒന്ന് ഗണപതി, 2 ഭദ്രകാളി. ഇവർ രണ്ടുപേരും വേഗത്തിൽ പ്രസാദിക്കുന്ന ദേവതകളെന്നാണ്. കലികാല ദേവതകൾ എന്നൊക്കെ അവരെ ചില ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് കാണാം. നമ്മൾ ഈ പറയുന്ന ഭദ്രകാളി ഉപാസന നമ്മൾ ചെയ്യുന്നതിന്, ഭദ്രകാളി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ് പേടി? അമ്മയുടെ രൂപം അങ്ങനെയാണ്. അമ്മയുടെ ആവിർഭാവം എന്ന് പറയുന്നത് ആ സമയത്താണ്. ഇപ്പോൾ പല ദേവതകളും ചില പ്രത്യേക ഉദ്ദേശത്തിലാണ് ആവിർഭവിക്കുന്നത്. അപ്പോൾ അവരുടെ രൂപത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഹിരണ്യകശിപുവിനെ കൊല്ലുവാനായിട്ട് വന്ന ആളാണ് നരസിംഹമൂർത്തി, അല്ലേ? കാരണം ഹിരണ്യകശിപു ഒരു വരം നേടിയിരുന്നു. മനുഷ്യനായിട്ടുള്ളയാൾ എന്നെ കൊല്ലാൻ പാടില്ല, ദേവനായിട്ടുള്ളയാൾ എന്നെ കൊല്ലാൻ പാടില്ല, ഭൂമിയിലുള്ളയാൾ എന്നെ കൊല്ലാൻ പാടില്ല, സ്വർഗത്തിലുള്ളയാൾ എന്നെ കൊല്ലാൻ പാടില്ല, രാത്രിയിൽ എന്നെ കൊല്ലാൻ പാടില്ല, പകൽ എന്നെ കൊല്ലാൻ പാടില്ല, ഒരായുധവും ഏറ്റ് ഞാൻ മരിക്കാൻ പാടില്ല. ഇങ്ങനെ വിചിത്രമായൊരു വരം ഹിരണ്യകശിപു നേടിയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ആ രീതിയിൽ അവതാരം വന്നു. മനുഷ്യനും മൃഗവും ചേർന്നിട്ടുള്ള നരസിംഹം വന്നു. രാത്രിയും പകലും അല്ലാത്ത സന്ധ്യാസമയത്ത്, അകത്തും പുറത്തും അല്ലാത്ത ഉമ്മറപ്പടിയിൽ വെച്ച് ഒരായുധവും ഉപയോഗിക്കാതെ തൻ്റെ വജ്രനഖങ്ങൾ കൊണ്ട് വയറ് കീറി കുടൽമാല പുറത്തെടുത്തിട്ടാണ് ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തി കൊന്നത്, അല്ലെ? അങ്ങനെ വിചിത്ര വരം നേടിക്കഴിഞ്ഞാൽ വിചിത്രങ്ങളായിട്ടുള്ള ദേവതകൾ വരും, ആ രൂപത്തിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പല ദേവതാ സങ്കല്പങ്ങൾ നോക്കുമ്പോഴും അത്തരത്തിലാണ്, മനസ്സിലായി? അപ്പോൾ ദേവി മഹാകാളിയുടെ രൂപം നമുക്കറിയാം. ലളിതാ സഹസ്രനാമത്തിലൊക്കെ ആ വ്യാഖ്യാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അസുരന്മാരെ വധിക്കുവാനായിട്ട് വന്ന ലളിതാ പരമേശ്വരിയും അമ്മയുടെ വിഭിന്നങ്ങളായിട്ടുള്ള പല വിഭൂതികൾ വന്നിരുന്നു. എന്നതുപോലെ തന്നെ മഹാകാളി രക്തബീജന്മാരെ അല്ലെങ്കിൽ ഭണ്ഡാസുരനെ, ദാരികനെ, ഈ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. വധിക്കാനായിട്ട് വന്നതാണ് അമ്മ. ദാരികൻ അല്ലെങ്കിൽ രക്തബീജാസുരൻ നേടിയ ഒരു വരം എന്താണ്? തന്നെ ആരെങ്കിലും ആയുധം കൊണ്ട് വധിച്ചു കഴിഞ്ഞാൽ നിലത്ത് വീഴുന്ന ഓരോ രക്തത്തുള്ളികളിൽ നിന്നും ഓരോ അസുരന്മാർ ജനിക്കണം. അങ്ങനെ ഒരു വിചിത്ര വരം രക്തബീജാസുരൻ നേടിയിട്ടുണ്ട്. രക്തബീജൻ അത്തരത്തിൽ ഒരു വരം നേടിയ സമയത്ത് ഈ നരസിംഹമൂർത്തിയെ പോലെ തന്നെ രക്തബീജനെ കൊല്ലാനായിട്ട് അങ്ങനെ ഒരു അവതാരം കാളി ഉദിച്ചു, അല്ലേ? എന്ത് ചെയ്തു? തല കൊയ്തെടുത്തു ദാരികന്റെ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ രക്തം താഴെ വീണാലാണല്ലോ, ഓരോ ഭൂമിയിൽ സ്പർശിക്കുമ്പോഴാണ് ഓരോ രക്തത്തുള്ളികളിൽ നിന്ന് ഓരോ അസുരന്മാർ വരിക. അപ്പോൾ ഒരാളെ കൊന്നാൽ 100 പേര്, 100 തുള്ളി വീണാൽ 100 പേര് അസുരന്മാരുണ്ടാകും, ദാരികന്മാരുണ്ടാവും. അപ്പം അമ്മ എന്ത് ചെയ്തു? ദാരികന്റെ തല വെട്ടിയെടുത്തു. കയ്യിലുള്ള ഒരു പാത്രത്തിലേക്ക്, ഭൂമിയിൽ വീഴാതിരിക്കാൻ പാത്രത്തിലേക്ക് ആ രക്തത്തുള്ളികളെ ഒഴിച്ചു. എന്നിട്ട് അത് പാനം ചെയ്തു എന്നാണ് പറയുക. ദാരികന്റെ ശിരസ്സു കൊയ്ത ദേവി അംബിക, അല്ലേ? മഹാകാളി എന്ന് പറയും. അപ്പം അങ്ങനെ വിചിത്രമായ രീതിയിലൊരു അവതാരം വന്നു. കാളിയുടെ അവതാരത്തെ പറ്റി മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു. ശിവന്റെ ത്രിനേത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ശിവന്റെ ത്രിജടയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ശിവസുതയാണ് മഹാകാളി എന്ന് പറയും. ശിവന്റെ സുത, അതായത് മകളാണ് കാളി എന്നാണ് പറയുക. അങ്ങനെ വധിച്ചു. അപ്പം ആ സമയത്ത് വന്നൊരു രൂപമായതുകൊണ്ട് അതിന് ഉഗ്രരൂപമാണ്. കൈകളിൽ പലതരത്തിലുള്ള ആയുധങ്ങൾ, അതേപോലെ തലയോട്ടി മാലകൾ ധരിച്ചിട്ടുണ്ട്. പല കൈകളെ വസ്ത്രങ്ങളായിട്ട് ദേവി ഉടുത്തിട്ടുണ്ട്, അല്ലേ? രുധിരം നുണയുന്ന നാവാണ് അമ്മയ്ക്കുള്ളത്. തീക്ഷ്ണതയുള്ള കണ്ണുകളുമായിട്ടാണ് ആ സമയത്ത് വന്നതാണ്. അപ്പം നിങ്ങൾ വളരെ ശാന്ത സ്വരൂപരാണ്. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ശത്രു നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നാലോ നിങ്ങൾ ഉഗ്രരൂപികളായിട്ട് മാറും, ഇല്ലേ? നമ്മൾ ഒരുത്തിന് അടിക്കാൻ വന്നാൽ നമ്മൾ ഉഗ്രരൂപിയാകില്ലേ? ഇത് തന്നെയാണ് ദേവതയുടെ ഈ ഒരു ഭാവവും. നമ്മൾ ചോറ്റാനിക്കര അമ്മയെ പറ്റി പറയില്ലേ, രാവിലെ ശാന്തമായിട്ടും ഉച്ചയ്ക്ക് രൗദ്രമായിട്ടും അങ്ങനെ പല ഭാവങ്ങളിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്കുള്ള അതേ ഭാവങ്ങൾ തന്നെ ദേവതയ്ക്ക് നമ്മൾ കൽപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ വന്ന രൂപമായതുകൊണ്ടാണ് കാളിയുടെ ആ രൂപത്തിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. നമ്മൾ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ രൗദ്രത ഇല്ലാത്ത പല കാളി രൂപങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കാളിമേഹസമപ്രഭാം ധൃതേനാംബെ യഥാളകണ്ഠസ്ഥിത ഖഡ്ഗം ഖേടകപാലദാരിക ശിരകൃത്വാ കരാഗ്രേഷുജ ഭൂതപ്രേത പിശാചമാതൃസഹിത മുണ്ടസ്രജാലങ്കൃത വന്ദേ ദുഷ്ടമസൂരികാദി വിപദാം സംഹാരിണീം ഈശ്വരീം. കാളിമേഹസമപ്രഭാം തുടങ്ങുന്ന ധ്യാനത്തിൽ ഈ ഒരു ഉഗ്രരൂപത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഭക്തന്റെ മുമ്പിൽ അമ്മ വരുന്നത് ശാന്തരൂപത്തിലാണ്. കാളിദാസൻ അമ്മ മഹാകാളിയെ ദർശിച്ചത് ശാന്തസ്വരൂപിണിയായിട്ടാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളിയെ ദർശിച്ചത് ശാന്തസ്വരൂപിയായിട്ടാണ്.
സ്വാമി വിവേകാനന്ദൻ കാളിയെ ദർശിച്ചത് ശാന്തസ്വരൂപിയായിട്ടാണ്. പരമഹംസ യോഗാനന്ദൻ അമ്മ മഹാകാളിയെ ദർശിച്ചത് സുന്ദരമായ വദനത്തോടു കൂടിയ ശാന്തസ്വരൂപിയായിട്ടാണ്. അപ്പൊ കാളിക്ക് അങ്ങനെ ഒരു ഭാവവുമുണ്ട്. രൗദ്രഭാവം ആ സൃഷ്ടിയുടെ അവതാരത്തിന്റെ ആ സമയത്തുള്ള ഭാവമാണ്, അതല്ലാത്ത ശാന്തഭാവമാണ്. ഭക്തനോട് ഏറ്റവും അധികം സ്നേഹമുള്ളവളാണ് അമ്മ. നമ്മളുടെ പല കലികാല ദോഷങ്ങളും മാറ്റാൻ ഏറ്റവും ശക്തമായ ഉപാസനയാണ് കാളി ഉപാസന. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ജന്മത്തിൽ നമ്മൾ ജനിച്ചതിന് ശേഷം ഈ ലോകത്തിൻ്റെ നിയമങ്ങളെ ശരിയായി പാലിക്കാത്തത് കൊണ്ട്. കൃത്യസമയത്ത് സ്കൂളിൽ പോകാതെ പഠിക്കാതെ പരീക്ഷ എഴുതാതെ ഇരുന്ന് നമ്മൾ ജയിച്ചില്ല, അക്കാദമിക്കലി നമ്മൾ ഫെയിലിയറായി, അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടുന്നില്ല. PSCക്ക് പഠിക്കാൻ ചേർത്ത സമയത്ത് നമ്മൾ പഠിച്ചില്ല, കൂട്ടത്തിലുള്ളവരൊക്കെ PSC പരീക്ഷ പഠിച്ച് പാസ്സായിപ്പോയി, നമുക്ക് ജോലി കിട്ടിയില്ല, നമ്മൾ ഉഴപ്പി. ഇതിനാരും കാരണക്കാരല്ല. സമയം, ഊർജം, ശ്രദ്ധ എവിടെയാണോ കൊടുക്കുന്നത് അവിടെ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പ്രപഞ്ച നിയമം. അപ്പം ഈ ജീവിതത്തിലെ ഈ ജന്മത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും പ്രായോഗികതയും ഇല്ലാത്ത ഒരു വീക്ഷണം കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ശാരീരിക, മാനസിക, ബൗദ്ധിക, ആത്മീയ, കുടുംബപര, വിദ്യാഭ്യാസ, ജോലിയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാണ്. അതിന് ശരിയായ ബുദ്ധി പ്രവർത്തിച്ച് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യണം. ഇതിനുള്ള കഴിവാണ് ബുദ്ധി. ഇതുണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. സമയനിഷ്ഠ വേണം, കൃത്യനിഷ്ഠ വേണം, ദിനചര്യ വേണം, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണം. ശ്രദ്ധാലുവായിട്ട് പ്രവർത്തിച്ചാൽ ഏത് മേഖലയിലും നമുക്ക് വിജയികളായി മാറാം. ഇത് ആധുനിക സൈക്കോളജിസ്റ്റുകളും മനഃശാസ്ത്രകാരന്മാരും ഒക്കെ പറയുന്ന കാര്യമാണ്, പണ്ട് മുതലേ ഋഷികൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട്, നമുക്ക് പ്രശ്നങ്ങൾ നേരിടാനുള്ള ഒരു കാരണം പൂർവ്വജന്മമായിരിക്കും. ഈ ജന്മത്തിന് മുമ്പ് എത്രയോ ജന്മങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, നമുക്കറിയില്ല. ഈ ജന്മം മാത്രമാണ് നമ്മളുടെ സ്മരണയിലുള്ളത്. എന്നാൽ നിങ്ങളുടെ അബോധ മനസ്സിൻ്റെ തലത്തിലേക്കൊക്കെ മെഡിറ്റേഷനിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എത്ര ജന്മങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. പ്രത്യേകിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പോൾ ഈ ജന്മം നിങ്ങൾക്കുണ്ട്, ഈ ജന്മം നിങ്ങൾ നന്നായിട്ടാണ് ജീവിക്കുന്നത്, എന്നിട്ടും പലപ്പോഴും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല. പല പല പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്, പണം ഉണ്ടാകുന്നില്ല, വിവാഹം നടക്കുന്നില്ല, അങ്ങനെ വിവിധ വിഷയങ്ങളുണ്ട്. അപ്പം ഈ ജന്മത്തിൽ നമ്മൾ ആരെയും മനസാ വാചാ കർമ്മണ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല, നല്ലതേ ചെയ്തിട്ടുള്ളൂ, നല്ലതേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ പൂർവ്വജന്മ കർമ്മങ്ങൾ ഉണ്ടാവാം. ഒരിക്കൽ ഇതേപോലെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് 10-30 വയസ്സായി, എൻ്റെ വിവാഹം നടന്നിട്ടില്ല, എനിക്ക് ധനമില്ല, ജോലി കിട്ടുന്നില്ല, എന്നാൽ ഞാൻ ഈ ജന്മം ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? ഞാൻ ദേവിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്? ഈ ഉപാസന ചെയ്യുന്നവർക്കൊക്കെ ഈ ഗതിയാണോ വരുന്നത്? അപ്പൊ ഗുരു ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഈ ജന്മം നല്ലതാണ് ചെയ്തത്, പക്ഷേ ജനന മരണ ശൃംഖലകൾ, ജന്മജന്മാന്തര കർമ്മങ്ങൾ നിനക്കുണ്ട്. ഇതിനു മുമ്പ് നിനക്ക് മറ്റൊരു ജന്മം ഉണ്ടായിരുന്നു. ഏതോ ഒരു ജന്മത്തിൽ ഇയാൾ ഒരു സ്ഥലത്ത് വലിയൊരു കൊള്ളക്കാരനായിരുന്നു. അദ്ദേഹം പല ആൾക്കാരെയും ഉപദ്രവിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും പലരുടെയും പണം തട്ടിയെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ജന്മത്തിൽ അദ്ദേഹം ആർജിച്ചു വെച്ചൊരു ദുഷ്കർമ്മമുണ്ട്. അതിൻ്റെ ഫലം അദ്ദേഹത്തിൻ്റെ ആസ്ട്രൽ ബോഡിയിൽ, വിജ്ഞാനമയ മനോമയ കോശതലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ അനേക ജന്മങ്ങൾ കഴിഞ്ഞ് വന്ന് ഈ ജന്മം നമ്മൾ ജനിച്ച സമയത്ത് ഒരുപക്ഷെ ആ കഴിഞ്ഞ പൂർവ്വജന്മത്തിൻ്റെ ഒരു ഭാഗം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ജന്മം നമ്മൾ വരിക. ഈ ജന്മം നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, നല്ലതേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം എന്താ? കഴിഞ്ഞ ജന്മങ്ങളിൽ മനസാ വാചാ കർമ്മണ ചെയ്തതിൻ്റെ ഫലമാണ്. അല്ലേ? നമ്മൾ കഴിഞ്ഞ ജന്മം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തതാണ്, അപ്പം അതിൻ്റെ പലിശ വാങ്ങിച്ച് ഈ ജന്മം നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം ചിലർ വലിയ ധനവാന്മാരുടെ വീട്ടിൽ ജനിക്കാറില്ലേ? ഉണ്ട്. സോമാലിയ പോലെയുള്ള രാഷ്ട്രങ്ങളിലും ജനിക്കാറുണ്ട്, കണ്ടിട്ടില്ലേ? ഉണ്ട്, അല്ലേ? എന്താ കാരണം? അതിന് ചില സൂക്ഷ്മമായ കാരണങ്ങളുണ്ട്. ഏത് കാര്യത്തിന് പിന്നിലും കാരണമുണ്ട്. ഒരു ആൽമരം എന്ന കാര്യത്തിന് പിന്നിൽ ആൽവിത്ത് എന്ന കാരണമുണ്ട്. ഒരു കോഴി എന്ന കാര്യത്തിന് പിന്നിൽ കോഴിമുട്ട എന്ന കാരണമുണ്ട്. ഈ ജന്മം നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഈ ജന്മം നമ്മൾ ആരും ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ആ പ്രശ്നത്തിന് പിന്നിൽ പൂർവ്വജന്മ ദുഷ്കർമ്മങ്ങളുടെ മനസാ വാച കർമ്മണ, ഇങ്ങനെയാണ് കർമ്മങ്ങൾ രൂപപ്പെടുന്നത്. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, വാക്കുകൾ കൊണ്ട് പറയുന്നു, കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ജന്മം നിങ്ങൾ എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു. ഈ ജന്മം ജനിച്ചപ്പോൾ നിങ്ങളത് മറന്നുപോയി. പക്ഷെ അന്ന് ചെയ്തതിൻ്റെ കർമ്മഫലം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടറും മോണിറ്ററും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ തകർന്നാലും നമ്മളുടെ കീബോർഡ് പോയാലും നമ്മൾ അടിച്ചു വെച്ച ഡാറ്റാസ് എല്ലാം ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകും, മെമ്മറി കാർഡിൽ ഉണ്ടാകും. എന്നതുപോലെ കഴിഞ്ഞ ജന്മത്തിലെ കീബോർഡും മോണിറ്ററുമാകുന്ന ശരീരം നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ആ ജന്മം ചെയ്ത ഫലങ്ങളുടെ ഡാറ്റാസ് എല്ലാം, കർമ്മങ്ങളെല്ലാം ഹാർഡ് ഡിസ്കായി നമ്മളുടെ ആസ്ട്രൽ ബോഡിയിലുണ്ട്. അത് ഈ ജന്മം എടുക്കുമ്പോൾ അത് ചിലത് നമ്മൾ അനുഭവിക്കും. അപ്പം അതിന് എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുക? പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായത്തെ.
പൂർവ്വജന്മങ്ങളിൽ മനസ്സാ വാച കർമ്മണ ചെയ്ത തെറ്റുകളുടെ, പാപങ്ങളുടെ, അജ്ഞാനത്തിൻ്റെ ആ ദുഷ്ഫലങ്ങൾ ഈ ജന്മം രോഗങ്ങളായും പ്രശ്നങ്ങളായും നമുക്ക് അനുഭവിക്കേണ്ടി വരാം. അത് ശാരീരിക രോഗങ്ങളാവാം, മാനസിക പ്രശ്നങ്ങളാവാം, നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളാവാം, അങ്ങനെ പലതും ഉണ്ടാവാം. അപ്പോൾ അത് കഴിഞ്ഞുപോയി, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്തതാണ്, സ്മരണയില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ ദുഷ്കർമ്മ ഫലത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? അതിനാണ് ഉപാസന. ഒരു ദേവതയെ ഉപാസിച്ച് മനസ്സാ വാച കർമ്മണ ഈ ജന്മമോ പൂർവ്വജന്മമോ ചെയ്ത കർമ്മദോഷങ്ങളുടെ ദുഷ്ഫലങ്ങളെല്ലാം നശിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപാസനകൾ ചെയ്തു പോവുകയും ചെയ്താൽ അത് നശിക്കും എന്നാണ് പറയുക. കാരണം ആ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഡാറ്റാസ് സേവ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ആസ്ട്രൽ ബോഡിയിലെ 6 ചക്രാസിലാണ്. ആ ചക്രങ്ങളെ ക്ലെൻസ് ചെയ്യുന്നതിനാണ് മന്ത്രങ്ങളും ഉപാസനയും നമ്മൾ ചെയ്യുന്നത്. വളരെ വലിയൊരു സബ്ജക്റ്റാണ്, നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കാളി ഉപാസന നമ്മൾ ചെയ്യുന്നതോടെ പൂർവ്വജന്മ കർമ്മ ദോഷങ്ങൾ, പാപങ്ങൾ, അജ്ഞാനം, ഗ്രഹങ്ങളുടെ സ്വാധീനം, ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരെയും ഗ്രഹങ്ങൾ സ്വാധീനിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ജ്യോതിഷം, ജാതകം എന്നൊക്കെ പറയില്ലേ, ജാതകത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും, ഗ്രഹങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അയാളെയും ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഇവരൊന്നും ജാതകത്തിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ, അപ്പോൾ ഗ്രഹങ്ങൾ അവരെ സ്വാധീനിക്കാറില്ലേ? സ്വാധീനിക്കാറുണ്ട്. മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും പാഴ്സി ആണെങ്കിലും ശാരീരികവും മാനസികവും ഭൗതികവും സാമ്പത്തികവും കുടുംബപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നില്ലേ? ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ് അല്ലേ? അപ്പോൾ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്രഹം, ചന്ദ്രൻ എന്ന ഗ്രഹം, ജ്യോതിഷത്തിൽ പറയാറുണ്ട് മനസ്സിൻ്റെ കാരകത്വം, അതായത് മനസ്സിനെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ്, അമ്മയെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ്, ജലത്തിനെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ്. പല രാശികൾക്കും പല സ്വഭാവങ്ങൾ, ഗുണങ്ങളുണ്ട് ജ്യോതിഷത്തിൽ. അപ്പോൾ ചന്ദ്രനിൽ ജലമുണ്ടെന്ന് ഈയിടെ നമ്മൾ ചന്ദ്രായനിലൊക്കെ നമ്മൾ കണ്ടെത്തി. പക്ഷെ അതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ജ്യോതിഷത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രന് ശീതളിമയാണ്, ജലഗ്രഹമാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ചന്ദ്രൻ്റെ ഉദാഹരണം എടുത്താൽ മതി. നമുക്കറിയാം സയൻറ്റിഫിക്കലി ചന്ദ്രൻ ഭൂമിയെ സ്വാധീനിക്കുന്നുണ്ട്. ചന്ദ്രൻ ഭൂമിയുടെ ആകർഷണ വലയത്തിലാണ്. ആ ചന്ദ്രൻ്റെ ആകർഷണം ഭൂമിയിലേക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് വേലിയേറ്റ വേലിയിറക്കങ്ങൾ സമുദ്രത്തിൽ ഉണ്ടാകുന്നത് അല്ലേ? അത് ചന്ദ്രൻ്റെ നമ്മളിലുള്ള സ്വാധീനം തെളിയിക്കപ്പെടുന്നൊരു കാര്യമാണ്. 2 കർത്തവാവ് ദിവസം, ചന്ദ്രന് ബലം കുറയുന്ന ദിവസങ്ങളിലാണ് വലിവുള്ളവർക്ക് വലിവ് കൂടുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. കാരണം ശരീരത്തെ, രക്തത്തെ ചന്ദ്രൻ സ്വാധീനിക്കുന്നുണ്ട്, മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. കർത്തവാവ് ദിവസങ്ങളിലാണ് മാനസിക പ്രശ്നമുള്ളവർക്ക് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ നീചരാശിയിൽ നിൽക്കുകയോ നിങ്ങൾക്ക് ശുഭകരമല്ലാത്ത ദശാസന്ധിയാണെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം ചന്ദ്രൻ എന്ന ഒരൊറ്റ ഗ്രഹത്തെ കൊണ്ട് നമുക്കത് ചിന്തിക്കാം. ചന്ദ്രനിൽ പോയി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സ്വാധീനം മാറിയിട്ടില്ലല്ലോ, സൂക്ഷ്മമായി നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ എടുത്തു പറയട്ടെ, എത്ര വലിയ ഗ്രഹങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് കരുത്തുറ്റതാണെങ്കിൽ, ഞാൻ വിജയിക്കും, ഞാൻ വളരും, ഞാൻ ഉയരും, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന അതിശക്തമായ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഗ്രഹവും ഒരു ദോഷവും നിങ്ങളെ ബാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ജ്യോതിഷത്തിലൊക്കെ അന്ധമായി വിശ്വസിക്കരുത്. ഇപ്പോൾ ചൊവ്വാദോഷം, ധാരാളം പേരുടെ വിവാഹം മുടക്കുന്ന ഒരാളാണ് ചൊവ്വ. 10 പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ 10ൽ 5.5 പൊരുത്തം ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ജ്യോതിഷം, അതിൻ്റെ മൂലരൂപം അറിയപ്പെടുന്നത് സൂര്യസ്ഫുട സിദ്ധാന്തം എന്നുള്ളതാണ്. അതായത് വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം. വേദത്തിൻ്റെ അംഗങ്ങളിൽ, അതിൻ്റെ അവയവങ്ങളിൽ ഒന്നായിട്ട് ജ്യോതിഷത്തെ കണക്കാക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ യാഗാദി യജ്ഞ ഹോമാദികൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സമയം കുറിക്കാനാണ് പണ്ട് കാലത്ത് ജ്യോതിഷം ഉപയോഗിച്ചിരുന്നത്. അതാണ് സൂര്യസ്ഫുട സിദ്ധാന്തം എന്ന് പറയുന്നത്. പിന്നീട് ജ്യോതിഷത്തിന് കാലാന്തരത്തിൽ വരാഹ മിഹിരനെ പോലെ പലരും വരികയും അവർ പല ഗവേഷണങ്ങൾ നടത്തി ജ്യോതിഷം പല രീതിയിൽ വന്നു. പിന്നീടാണ് അതിന് നമ്മളുടെ ജീവിതത്തിൻ്റെ പല പദ്ധതികളുമായിട്ട് ഇത് കണക്ട് ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുന്നതിന് ജാതകം നോക്കണമെന്ന് നിർബന്ധമില്ല, നിർബന്ധമുള്ള കാര്യമല്ല. അർജുനൻ സുഭദ്രയെ വിവാഹം കഴിച്ചത് എങ്ങനെയാണ്? മഹാഭാരതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? വിളിച്ചോണ്ട് വന്നതാണ് അല്ലേ? സ്വയംവരമായിരുന്നു പണ്ട് കാലങ്ങളിൽ. എല്ലാ രാജാക്കന്മാരുടെയും ജാതകം വെച്ചിട്ടല്ല, രാജാക്കന്മാർ നിരന്നിരിക്കും. അവിടുത്തെ ഒരു രാജാവിൻ്റെ മകൾ വന്നിട്ട് ഇഷ്ടമുള്ളവനെ വരണമാല്യം ചാർത്തും, സ്വയം വരിക്കുക. അതായിരുന്നു പണ്ട് കാലങ്ങളിലുണ്ട്. പലതരത്തിലുള്ള വിവാഹങ്ങളുണ്ട്. പക്ഷെ നമ്മളിന്ന് ജ്യോതിഷം വെച്ച് നോക്കുന്നത് ഈ 2 പേരും ഒരുമിച്ച് കൂടിയാൽ എങ്ങനെയാണ്
തല്ലും പിടുത്തോ ആണോ, ശാന്തമായിട്ട് പോകുമോ അല്ലേ? അതാണ് നമ്മളെ നക്ഷത്രങ്ങൾ വെച്ചിട്ട് ഫലം പറയുക. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വിവാഹങ്ങളിൽ ഈ പൊരുത്തം നോക്കുന്ന സമ്പ്രദായം ഉണ്ടായത്. അത് നിർബന്ധമുള്ള കാര്യമല്ല യഥാർത്ഥത്തിൽ. ക്രിസ്ത്യൻസോ മുസ്ലിംസോ മറ്റു മതവിശ്വാസങ്ങളിലുള്ളവരോ ഒന്നും ജാതകം നോക്കിയിട്ടല്ല കല്യാണം കഴിക്കുന്നത്. അത് 60, 80, 100 വയസ്സ് വരെയൊക്കെ അവർ ജീവിക്കാറുണ്ട് ശാന്തമായിട്ട് സുന്ദരമായിട്ട്. 10ൽ 10 പൊരുത്തവും ഉള്ള ആൾക്കാർ തല്ലിപ്പിരിഞ്ഞു പോകാറുണ്ട് നമ്മളുടെ ഇടയിൽ ഒരു 2-3 മാസം കൂടുമ്പോൾ. 14 ജില്ലകളിലായി കേരളത്തിൽ എത്ര അതിൻ്റെ ഇരട്ടി കുടുംബ കോടതികളുണ്ട് എന്നാണ് പറയുന്നത്. നിസ്സാര കാര്യത്തിന് വേർപിരിഞ്ഞു പോവുക. അപ്പോൾ അവിടെ പൊരുത്തവും ജാതകവും ഒക്കെ മാറുന്നു. അപ്പോൾ ഏറ്റവും വലിയ പൊരുത്തം മനപ്പൊരുത്തമാണ്. മനഃശക്തി, ഏറ്റവും വലിയ ശക്തി മനഃശക്തിയാണ്. ഇതുണ്ടെങ്കിൽ ജ്യോതിഷമോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങളെ വലിയ കാര്യത്തിൽ സ്വാധീനിക്കില്ല. നല്ല ഉപാസനയുള്ള ഒരാളാണ് നിങ്ങൾക്കൊരു ഇഷ്ടമൂർത്തിയുണ്ട്, ദിവസവും രാവിലെ എഴുന്നേറ്റ് മന്ത്രജപം ചെയ്ത് ആ എനർജി ആവാഹിച്ചിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതെങ്കിൽ ആ ദിവസം വലിയ കാര്യമായിട്ട് നിങ്ങളെ ഗ്രഹങ്ങൾ സ്വാധീനിക്കില്ല. നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ കവചം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ഗ്രഹത്തിൻ്റെ ദോഷകിരണങ്ങൾ നിങ്ങളിൽ പതിക്കില്ല. മഴയുണ്ടായിരിക്കും. മഴ മാറട്ടെ എന്നും പറഞ്ഞ് നമ്മളിരുന്നാൽ ഒരിടത്തേക്കും പോകാൻ പറ്റില്ല. ഈ കർമ്മദോഷങ്ങളും ഗ്രഹദോഷങ്ങളും ചൊവ്വാദോഷവും ശനിദശയും ഒക്കെ മാറിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ എന്നിരുന്നാൽ ഇത് മാറില്ല. ശനിദശ മാറുമ്പോൾ വേറെ ദശ വരും. അപ്പോൾ ഗ്രഹദോഷങ്ങളാകുന്ന മഴ പെയ്തുകൊണ്ടിരിക്കും. മഴ മാറട്ടെ എന്നും പറഞ്ഞിരുന്നാൽ നമ്മളുടെ ജീവിതം തീർന്നു പോകും. അപ്പോൾ ഉപാസനയാകുന്ന കുട അല്ലെങ്കിൽ മഴക്കോട്ട് ധരിക്കണം. എന്നിട്ട് ആ മഴയ്ക്കുള്ളിൽ കൂടി മഴ നനയാതെ കോട്ടിട്ട് കുട പിടിച്ച് നമുക്ക് പോകാൻ കഴിയും. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ ആത്മീയ സാധനയുടെ പ്രാധാന്യം. ആത്മീയ പുരോഗതി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഭൗതികമായ പുരോഗതിയും ഈ ഉപാസനാക്രമം നമ്മളിൽ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമ്മൾ ആ ഉപാസനാക്രമം ചെയ്യുമ്പോഴുള്ള പ്രധാന കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ശാക്തേയ മാർഗത്തിലെ സമയമാർഗ കാളി ഉപാസനയാണ് പഠിക്കുന്നത്. അത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ വ്രതങ്ങളോ ഒന്നുമില്ല. ഇന്നലെ അതിനെപ്പറ്റി പറഞ്ഞു. നിങ്ങൾ പുരുഷനോ സ്ത്രീയോ ആർക്കും ഇത് ഉപാസിക്കാം. ഏത് ജാതിയിലോ മതത്തിലോ ഏത് രാഷ്ട്രത്തിലുള്ള ഒരാൾക്കും ഇത് അഭ്യസിക്കാം. ദിവസം അരമണിക്കൂർ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നിങ്ങളിത് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം. പരമാവധി ഇത് കൃത്യമായിട്ട് ചെയ്യണം. ഇതിടയ്ക്ക് മുടങ്ങിയാലോ ഇനി നിങ്ങൾ പകുതി വെച്ച് നിർത്തിയിട്ട് പോയാലോ ഇതിന് ശാപമോ താപമോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ കൃത്യമായി ചെയ്താൽ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ ഒരു ശക്തി, ചൈതന്യം, ഊർജ്ജസ്വലത നിറയും. മനസ്സാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. മനസ്സ് പോസിറ്റീവാണെങ്കിൽ ജീവിതം പോസിറ്റീവായിരിക്കും. മനസ്സ് നെഗറ്റീവാണെങ്കിൽ ജീവിതം നെഗറ്റീവായിരിക്കും. മനസ്സിനെ ശാക്തീകരിക്കുന്നതാണ് ഉപാസന, ദേവതയുടെ അടുത്തിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സാമാന്യമായിരിക്കുന്ന അർത്ഥം. പിന്നെ നമ്മൾ ഈ പഠിക്കുന്ന ഉപാസനാക്രമം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ല, വ്രതങ്ങളില്ല. ബ്രഹ്മചര്യ വ്രതം വേണമെന്നുമില്ല. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് അവരുടെ ദാമ്പത്യ ജീവിതം, സെക്ഷൽ ലൈഫൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിലൊന്നും പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല. പിന്നെ ഭക്ഷണക്കാരും വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ഏത് ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. അതിലും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ല. ഒറ്റ നിയമമുള്ളത് പരമാവധി ദിവസവും ചെയ്യുക, കൃത്യമായൊരു സമയത്ത് ചെയ്യുക. ചെയ്യാൻ വന്നിരിക്കുമ്പോൾ കുളിച്ച് ശുദ്ധമായി വസ്ത്രങ്ങൾ ധരിച്ചു വന്നിരിക്കണം. ഒരു ദീപം, ഒരു ചിരാതോ ഒരു വിളക്കോ, ദീപത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഉപാസന ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളെ നമുക്കുള്ളൂ. പിന്നെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അതിൻ്റെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഉപാസന വിധികളും ഗ്രൂപ്പിൽ തരും. ലളിതമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിലൊരു പ്രാണായാമമുണ്ട്. ആദ്യം സ്റ്റെപ്പ് പ്രാർത്ഥന എന്നൊരു സ്റ്റെപ്പാണ്. ഈശ്വരൻ, ഗുരു, ഇതിനെയൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് 1ാം സ്റ്റെപ്പ്. 2ാം സ്റ്റെപ്പ് കാളി പ്രാണായാമം എന്ന വിശിഷ്ടമായ താന്ത്രിക പ്രാണായാമം നമ്മൾ ചെയ്യും. നമ്മുടെ അനാഹത ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രാണായാമമാണ്. കുണ്ഡലിനി ശക്തിയെ സ്വാധീനിക്കുന്ന പ്രാണായാമമാണ്. പിന്നെ കാളിദേവിയുടെ ഒരു മന്ത്രം, ഒരു നാമമന്ത്രത്തിൻ്റെ ജപമാണ് ഉള്ളത്. പിന്നീട് ഒരു പ്രാർത്ഥനയും സമർപ്പണവും. ലളിതമായ ക്രിയയാണ്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ആദ്യഘട്ടം ചെയ്യാൻ കഴിയും. അത് ഏകദേശം ഒരു 20-30 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ 2ാം ഘട്ട പരിശീലനമുണ്ട്. അപ്പോൾ 1ാം ഘട്ടം പഠിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 2ാം ഘട്ടത്തിലേക്ക് പോകാം. അങ്ങനെയാണ്. 2ാം ഘട്ടത്തിൽ മറ്റൊരു താന്ത്രിക മന്ത്രം, കാളിയുടെ തന്നെ ഒരു താന്ത്രിക മന്ത്രവും വിശിഷ്ടമായ കാളി ശ്വസനധ്യാനവും നമ്മൾ 2ാം സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 3ാം സ്റ്റേജ് കാളിയുടെ തന്ത്രശാസ്ത്രത്തിലെ ഉയർന്ന താന്ത്രികമായിട്ടുള്ളൊരു മന്ത്രത്തിൻ്റെ ഉപാസനയാണ് 3ാം സ്റ്റേജിലുള്ളത്. അത് ഏകദേശം 20-30 ദിവസമൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 4ാം സ്റ്റേജ് ശ്രീയന്ത്രം, ശ്രീചക്രം നിങ്ങൾക്ക് നൽകും. അതിനെപ്പറ്റി അന്നേരം വിശദീകരിക്കാം. ശ്രീചക്ര ഉപാസനയാണ്. 41 ദിവസം ചെയ്യണം. അവിടെയും പ്രത്യേകിച്ച് നിയമങ്ങളും വ്രതങ്ങളും ഒന്നുമില്ല. സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാം. അങ്ങനെ 3 സ്റ്റേജുകൾ, അത് ബേസിക്കാണ്. 3 മന്ത്രങ്ങൾ. 4ാം സ്റ്റേജിൽ അഡ്വാൻസ് തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കാളിയുടെ യന്ത്രോപാസന, ശ്രീചക്രം വെച്ചിട്ടുള്ള ഉപാസന നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഒരാളും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ചെയ്ത് കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുക. ആദ്യം ഒരു 3 സ്റ്റേജ് നിങ്ങൾ ചെയ്തു നോക്കുക. നല്ലതാണെന്ന് തോന്നിയാൽ 4ാം സ്റ്റേജ് യന്ത്രസാധന ചെയ്യുക. ഒരു 600-ലധികം ആൾക്കാർ ഇപ്പോൾ 4ാം സ്റ്റേജ് യന്ത്രസാധന കഴിഞ്ഞിട്ടുണ്ട്.
അവരതിൻ്റെ ഉഗ്രസാധനകൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കാളി സാധന കഴിഞ്ഞാൽ ഉഗ്രമഹാകാളി സാധനയുണ്ട്, മഹാത്രിപുരസുന്ദരി സാധനയുണ്ട്, മഹാലക്ഷ്മി സാധനയുണ്ട്, മഹാസരസ്വതി സാധനയുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സാധനകൾ യന്ത്ര ഉപാസന 4-ാം ഘട്ടം കഴിഞ്ഞ് ചെയ്യുന്ന പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ്. ലളിതമാണ്, അപകടരഹിതമാണ്, തെറ്റില്ല. തെറ്റിപ്പോയാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത്രയുമാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഉപാസന ക്രമത്തെ പറ്റി പറയുന്നത്.